അസ്സലാമു എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല മഴയാണ്. രാവിലെ തൊട്ട് പെയ്യാൻ തുടങ്ങിയ മഴയാണ്, ഇതുവരെയ്ക്കും നിന്നിട്ടില്ല. അപ്പം ബാങ്ക് വിളിക്കാറായി, നോമ്പ് തുറക്കാറായി. നമ്മൾ നോമ്പ് തുറക്കുന്നത് നിങ്ങളെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇതാ കണ്ടില്ലേ, കഞ്ഞി. ഇവിടുന്ന് പള്ളിയിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയാണ്, അടിപൊളിയാണ്. പിന്നെ കുറച്ച് വടയും കാര്യങ്ങളും എല്ലാം കുറച്ചേ ഉള്ളൂ. ഈത്തപ്പഴം എല്ലാം ഉണ്ട്. മക്കളൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നല്ല ഹെൽപ്പ് ചെയ്തവരെല്ലാവരും നോമ്പാണ്. കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പൈനാപ്പിൾ ഇട്ടിട്ട് നമുക്ക് കുടിക്കാനായിട്ട് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി. പൈനാപ്പിൾ നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു കപ്പ് നന്നാര സർബത്ത് ഇതിലേക്ക് ഒഴിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. പിന്നെ മധുരമൊന്നും നോക്കാൻ പറ്റില്ല, അതൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം പറ്റുള്ളൂ. നാരങ്ങയാണ് പിഴിഞ്ഞൊഴിക്കേണ്ടത്, പക്ഷേ നാരങ്ങ ഇല്ലാത്തത് കൊണ്ട് ഓറഞ്ച് പിഴിഞ്ഞൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കും. എന്നിട്ട് എല്ലാ സാധനങ്ങളും കൊണ്ട് ടേബിളിൽ നിരത്തി വയ്ക്കും. ബാങ്ക് വിളിക്കാറാവുന്ന സമയത്താണ് ഇതെല്ലാം കൊണ്ട് വെക്കാറുള്ളത്. എല്ലാ ദിവസവും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ആദ്യത്തെ ഫസ്റ്റ് നോമ്പായതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ ദിവസം ഓരോ രീതിയിലായിരിക്കും ഉള്ളത് കൊണ്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ്. മക്കളെല്ലാം നോമ്പായിരുന്നു, അവരെല്ലാം കാത്തിരുന്ന് നോമ്പെല്ലാം തുറന്നു കഴിഞ്ഞു. ഫസ്റ്റ് നോമ്പ് തുറക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളെ കഴിക്കാറുള്ളൂ, ബാക്കിയെല്ലാം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം. അപ്പോൾ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ് ഇതാ ചായ കുടിക്കണം. ഇത് കുടിച്ചാൽ മാത്രമേ നമുക്കൊരു തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറുള്ളൂ. ഇനി ഇശാ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഫുഡിൻ്റെ കാര്യം നോക്കാറുള്ളത്. ഇശാ നമസ്കാരം കഴിയും വരെ ഇരിക്കൂല, ഞാൻ അതിന് മുമ്പായിട്ട് കറിയെല്ലാം റെഡിയാക്കി വെക്കും. ഇത് അപ്പത്തിന് മാവ് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് തന്നെ ഞാൻ ബീഫ് എല്ലാ മസാലയും ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഉപ്പും കാര്യമൊന്നും നോക്കിയിട്ടില്ല. ഇനി ജസ്റ്റ് ഒന്ന് വേറൊരു പാനിലിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കും. നേരത്തെ വേവിച്ചതിൽ എണ്ണയൊന്നുമില്ല, വെറും മസാലകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലും കുറച്ച് എണ്ണയുള്ളൂ. അപ്പം എണ്ണ പ്രാവശ്യം നല്ല കുറവായിരുന്നു. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെയല്ല വെക്കാറ്, ഓരോ സമയത്ത് ഓരോ രീതിയിൽ വെക്കും. ഇതാ അപ്പം ചുടാം. അപ്പത്തിന് മാവ് എടുത്തിട്ട് ദോശ പാനിലാണല്ലോ കലക്കണേ നിങ്ങൾ വിചാരിക്കും. പക്ഷേ എൻ്റെ അപ്പച്ചട്ടി നശിച്ചു പോയതുകൊണ്ട് ഞാനിത് ഇങ്ങനെ ദോശ പാനിൽ വീത്തിയിട്ട് മൂടി വെച്ച് എടുക്കാറാണ് പതിവ്. അപ്പം നിങ്ങൾക്കും അപ്പച്ചട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അപ്പവും ചുട്ട് കറിയുമായിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും. ഇനി അടുത്തത് അത്താഴത്തിന് മാത്രമേ എണീക്കുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നോമ്പ്. എല്ലാ ദിവസവും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഇറച്ചിയാണോ മീതാക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല, ഓരോ ദിവസവും ഓരോ രീതിയിലായിരിക്കും. ഫസ്റ്റ് നോമ്പായതുകൊണ്ട് അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി. ഒരു ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറക്കുന്ന ആൾക്കാർ പോലും ഒരുപാടുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. നമ്മളെപ്പോഴും നമ്മൾ താഴോട്ടുള്ള ആൾക്കാരെ നോക്കുക, അപ്പോഴേ നമുക്ക് ജീവിക്കാൻ പറ്റും. മേലോട്ടിരിക്കുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.